കഴിച്ചു തുടങ്ങിയാലേ നിർത്താൻ തോന്നൂല എന്ന് പറയലില്ലേ, അത് സത്യമാണ് കേട്ടോ. നല്ല മഴയത്തെ ഒരു ചൂട് കട്ടനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിർത്തുക? അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടേ ആദ്യം തന്നെ വേണ്ടത് ചെറുപഴമാണ് കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പ് പഴം എടുത്താലും കുഴപ്പമില്ല. ഇനി റോബസ്റ്റ പഴമാണെന്നുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവിടെ ഒരു 8 പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ അര കപ്പ് പഞ്ചസാരയും ഫ്ലേവറിനായിട്ട് ഒരു 3 ഏലക്കയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഒരു മിക്സി ജാറിൽ തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് കുറച്ചുകൂടെ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വെള്ളം കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദയും അര കപ്പ് റവയും അര കപ്പ് ചെറിയ എടുത്തിട്ടുള്ള തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടിയൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. അപ്പോൾ നേരത്തെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വെളുത്ത എള്ളും കൂടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഒരല്പം ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഒരുപാട് ലൂസായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ മാവ് കിട്ടാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പൈപ്പിംഗ് ബാഗാണ്. അപ്പോൾ ഒരു പകുതി മാവ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കവറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടേ അതിൻ്റെ ഒരു അറ്റം കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ആ ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ പാലിൻ്റെ ഓയിലിൻ്റെ ഒക്കെ കവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദാ എല്ലാതും ഇതുപോലെ തന്നെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാ സൈഡും ഒന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ വളരെ സിമ്പിളല്ലേ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാതും ഇതാ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ പലഹാരമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്, പുറം ഭാഗം കുറച്ചൊരു ക്രിസ്പി ആയിട്ടുമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ചായ തിളക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ്, ഈസി അല്ലേ?